ഇപ്പോൾ മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങൾ കാണുന്നതിന് തത്സമയം ഇതിനകത്ത് എടുത്തൊരു നിലപാട്, എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ പാർട്ടി നേതൃത്വവുമായിട്ടും മുന്നണിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കൂ. അത് പറഞ്ഞൊരു സാഹചര്യത്തിൽ അതിനകത്ത് പ്രസക്തിയില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. അതിനകത്ത് നിങ്ങൾ വേറെ രീതിയിൽ കാണണ്ട. കഴിഞ്ഞ 10 കൊല്ലം ഇത്തരം പറച്ചിലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിന്റെ പ്രയാസം ജനങ്ങൾ അനുഭവിച്ചാണ്. ഏക വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. ഇത് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞത് ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. മുന്നണിയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വാർത്ത വന്നു കഴിഞ്ഞാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ ലീഡർഷിപ്പ് അഭിപ്രായങ്ങൾ പറയും. അത് സ്വാഭാവികമാണ്. അത്തരം അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോവുക. അതല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം ഉണ്ടാവില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇത്തരം തീരുമാനം എടുക്കൂ. തിരുത്തൽ പ്രതീക്ഷിക്കാം. അല്ല, അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് പാർട്ടിയുടെയും മുന്നണിയും തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കുമെന്ന് പറയുമ്പോൾ പിന്നെന്തിനാ അതിനകത്ത് വേറെ പ്രസക്തി? ഓക്കെ, നിങ്ങളെ ഓക്കെ ഇത് കഴിഞ്ഞ ഫണ്ട് റൺ ഉദ്ഘാടനം ചെയ്ത ശേഷം റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ കോഴിക്കോട് ബീച്ചിൽ സംസാരിക്കുകയായിരുന്നു. അതിന് തത്സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.